രാമ ഹരേ ജയ രാമ ഹരേ, രാമ ഹരേ ജയ രാമ ഹരേ, ദീനദയാലോ രാമ ജയ സീതാ വല്ലഭ രാമ. അപ്പോൾ രാമനോട് നമുക്ക് എല്ലാ ഐശ്വര്യങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ രാമായണ മാസം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ശ്രീരാമൻ്റെ അഭിഷേകത്തിന് വരുന്ന വിഘ്നങ്ങളുടെ ആ ഒരു ഭാഗമാണ് വായിക്കുന്നത്. നമ്മൾ കുറച്ചായിട്ടാണ് ഇത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം നമ്മൾ പഠിച്ചുകൊണ്ട് പോവാൻ വരികളൊക്കെ എന്നാണ്, അല്ലാതെ തീർക്കാൻ വേണ്ടി ഞാൻ അത് ചെയ്യുന്നതല്ല. അപ്പോൾ അത് വേഗം വായിച്ച് ഓടിച്ച് പോവുകയല്ല. അപ്പോൾ കുറച്ചായിട്ട് അർത്ഥമൊക്കെ നോക്കിയിട്ട് പോവാം. അപ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ, നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നീ പറഞ്ഞില്ലേ കൗസല്യയും ഞാനും കൗസല്യയും, അതായത് കൈകേയിയും കൗസല്യയും തമ്മിൽ എനിക്കൊരു വ്യത്യാസവും ഇല്ല എന്നാണല്ലോ നീ പറഞ്ഞത്. എന്നിട്ട് നിനക്കിപ്പോൾ എന്താണ് ഇങ്ങനെ തോന്നാൻ? നിൻ്റെ മകന് ഞാൻ രാജ്യം തരാം, അതിന് രാമൻ കാട്ടിൽ പോകണമെന്നുണ്ടോ എന്ന് പറഞ്ഞ ഭാഗത്താണ് നമ്മൾ നിർത്തിയത് എന്ന് ദശരഥൻ പ്രിയപ്പെട്ട പത്നിയായ കൈകേയിയോട് ചോദിക്കുന്നു. അപ്പോൾ വായിക്കാം. രാമനാലേതും ഭയം നിനക്കുണ്ടാകാ, ഭൂമിപതിയായി ഭരതനിരുന്നാലും എന്നു പറഞ്ഞു കരഞ്ഞു പോയി ചെന്നുടൻ കാൽക്കൽ വീണു മഹീപാലനും, നേത്രങ്ങളും ചുവപ്പിച്ചു കൈകേയിയും ധാത്രീപതീശ്വരനോട് ചൊല്ലിയിടിനാൾ. ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ, ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നതെന്തിങ്ങനെ? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്ന് ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൾ. പങ്കജനേത്രനാം രാമനുഷസ്സിന് ശങ്കാവിഹീനം വനത്തിനു പോകായിൽ, എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതന ദുഃഖാനുഭൂതിയുണ്ടാക്കേണ്ട. രാമോപരി ഭവാൻ ചെയ്ത ശപഥവും ഭൂമിപതേ വ്രതമിഥ്യയാക്കിയിടലാം. അപ്പോൾ ഇവിടെ പറയുന്ന ഒരു ഭാഗം എന്താണെന്ന് വെച്ചാൽ, ഭരതൻ രാജാവായാലും നിനക്ക് രാമനിൽ നിന്നൊരു ഭയവും ഉണ്ടാവില്ല. പിന്നെ എന്തിനാണ് രാമൻ കാട്ടിലേക്ക് പോകുന്നത് പ്രിയേ എന്നൊക്കെയാണ് കൈകേയിയോട് ചോദിക്കുന്നത്. അപ്പോൾ ഒരു എന്താ പറയുക, സ്ത്രീലമ്പടനായിട്ടുള്ള ദശരഥനെ പോലെയൊക്കെയാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് കരഞ്ഞ് കണ്ണൊക്കെ കലങ്ങി കണ്ണൊക്കെ ചുവപ്പിച്ചുകൊണ്ട് പറയുന്നു. അപ്പോൾ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കൈകേയി ചോദിച്ചു, രാജാവേ അങ്ങ് എന്തൊക്കെയാണ് ഭ്രാന്ത് പറയുന്നത്? അങ്ങക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്നിട്ട് പറയുന്നത്, കള്ളം പറഞ്ഞാൽ നരകമാണ് നമുക്ക് കിട്ടുക. അതുകൊണ്ട് നാളെ രാമൻ പ്രഭാതത്തിൽ വനത്തിലേക്ക് പോയിട്ടില്ലെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ ജീവൻ ഉപേക്ഷിക്കും. എനിക്ക് ഏറ്റവും പ്രധാനം എൻ്റെ പുത്രന് രാജ്യമാണ്. ഇപ്പോൾ ഭൂമിയിൽ ദശരഥ മഹാരാജാവ് സത്യസന്ധനാണെന്നൊരു സൽപ്പേരുണ്ടല്ലോ, അതങ്ങ് സംരക്ഷിക്കണം. അപ്പോൾ എല്ലാവരും ദശരഥനെ സത്യസന്ധനായ രാജാവ് എന്നൊക്കെയാണ് പറയണം, അതങ്ങ് സംരക്ഷിക്കണം. അപ്പോൾ സജ്ജനങ്ങളുടെ മാർഗം വെടിഞ്ഞ് അങ്ങ് രാമൻ്റെ പേരിൽ ചെയ്ത ഈ സത്യത്തെ അങ്ങ് കള്ളമാക്കരുത്. കാരണം അങ്ങ് സത്യസന്ധനായ ഒരു രാജാവാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ വരുന്ന വാക്കുകളുടെ അർത്ഥം ധാത്രീപതി എന്ന് പറയുമ്പോൾ രാജാവ്, ധാത്രീപതീശ്വരനോട് ചൊല്ലിനാൻ ഭ്രാന്തനെന്നാകയോ ഭൂമിപതേ ഭവാൻ, അങ്ങ് ഭ്രാന്തമായ വാക്കുകൾ പറയുന്നു, അങ്ങ് ഭ്രാന്തനാണോ? ഭ്രാന്തിവാക്യങ്ങൾ ചൊല്ലുന്നത് എന്തിനാ ഇങ്ങനെ ഭ്രാന്ത് പറയുന്നത്? ഘോരങ്ങളായ നരകങ്ങളിൽ ചെന്ന് ചേരും അസത്യവാക്യങ്ങൾ ചൊല്ലിയിടിനാൻ. അപ്പോൾ നമ്മുടെ ഒരു ശാസ്ത്രം പറയുന്ന അസത്യം പറയുന്നവർക്ക് നരകമാണ് ലഭിക്കുക എന്നാണ്. അപ്പോൾ അങ്ങനെ ആ നരകങ്ങളിൽ അങ്ങ് ചെന്ന് ചേരും. അതുകൊണ്ട്
പങ്കജനേത്രനാം രാമൻ ഉഷസ്സിന് ശങ്കാവിഹീനം വനത്തിന് പോകായിൽ. അപ്പോൾ നാളെ രാവിലെ രാമൻ ഉഷസ്സിനെന്ന് പറയുമ്പോൾ രാവിലെ പിന്നെ വനത്തിന് പോയില്ലെങ്കിൽ എന്നുടെ ജീവനെ ഞാൻ കളഞ്ഞിടുവൻ മന്നവൻ മുമ്പിൽ നിന്നില്ലൊരു സംശയം. അപ്പോൾ പറയുന്നത് ഞാൻ മരിച്ചു പോകും, അതൊരു സംശയം വേണ്ട എന്ന് കൈകേയി പറയുന്നു. പിന്നെ സത്യസന്ധൻ ഭുവി രാജാ ദശരഥൻ എത്രയുമെന്നുള്ള കീർത്തി രക്ഷിക്കണം. സത്യസന്ധനായ അങ്ങ് ആ കീർത്തിയെ രക്ഷിക്കണം, അങ്ങ് ആ പിന്നെ സത്യസന്ധത പാലിക്കണം. സാധുമാർഗത്തെ വെടിഞ്ഞതു കാരണം യാതന ദുഃഖാനുഭൂതി ഉണ്ടാക്കേണ്ട. നല്ല മാർഗത്തെ വെടിഞ്ഞ് യാതനകളും ദുഃഖങ്ങളുമുള്ള ഒരു രീതിയിലേക്ക് അങ്ങ് വരരുത്. സജ്ജനങ്ങളുടെ മാർഗം വെടിഞ്ഞ് തീവ്രമായ ദുഃഖാനുഭവങ്ങൾ ക്ഷണിച്ച് വരുത്തരുത് എന്നാണ്. യാതന നരകങ്ങൾ, ദുഃഖം, അനുഭൂതി, അങ്ങനെ ആ രീതിയിലുള്ള അവസ്ഥ ഉണ്ടാക്കേണ്ട. പിന്നെ രാമോപരി ഭവൻ ചെയ്ത ശപഥവും ഭൂമിപതേ വൃഥ മിഥ്യയാക്കിയിടല. രാമനെ തൊട്ട് അങ്ങ് ചെയ്ത ശബ്ദവും ഉണ്ടല്ലോ, അപ്പോൾ ആ ഭൂമിപതേ രാജാവേ വെറുതെ മിഥ്യയാക്കിയിടല, അതിനെ കള്ളമാക്കരുത്. സത്യത്തിൻ്റെ ഓപ്പോസിറ്റാണ് മിഥ്യ. അപ്പോൾ പിന്നെ പറയുന്നു, കൈകേയി തന്നെ നിർബന്ധവാക്യവും രാഘവനോട് വിയോഗം വരുന്നതും ചിന്തിച്ചു ദുഃഖസമുദ്രേ നിമഗ്നനായി സന്താപമോട് മോഹിച്ചു വീണിടിനാൻ. പിന്നെയുണർന്നിരുന്നും കിടന്നും മകൻ തന്നെയോർത്തും കരഞ്ഞും പറഞ്ഞും സദാ രാമേതി പ്രലാപേന യാമിനി പോയിതു വത്സരതുല്യയായി ചെന്നോരരുണോദയത്തിന് സാദരം വന്ദികൾ ഗായകർ എന്നിവരെല്ലാം മംഗലവാദ്യസ്തുതി ജയശബ്ദേന സംഗീതഭേദങ്ങൾ എന്നിവറ്റെക്കൊണ്ടും പള്ളിക്കുറിപ്പുണർത്തിയിടിനാർ. അന്നേരം ഉള്ളിലുണ്ടായ കോപേന കൈകേയിയും ക്ഷിപ്രം അവരെ നിവാരണം ചെയ്താൽ വിഭ്രമം കൈക്കൊണ്ടു നിന്നാർ അവർകളും. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത് വെച്ചാൽ, രാജാവ് ഈ കൈകേയി ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബോധം കെട്ട് വീണു എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെ എഴുന്നേറ്റ് ഇരുന്ന് കരഞ്ഞ്, മകനെ ഓർത്ത് കരഞ്ഞ്, സദാ രാമ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച് കരഞ്ഞ് ആ ഒരു രാത്രി മുഴുവൻ രാജാവ് ഉറങ്ങിയില്ല എന്നാണ് പറയുന്നത്. ഒരു വർഷം പോലെയാണ് ഒരു രാത്രി തള്ളി നീക്കിയത്. പ്രഭാതത്തിൽ സ്തുതിപാഠകരും ഗായകരും ജയ ശബ്ദവും വിവിധ സംഗീതങ്ങളും മംഗലവാദ്യഘോഷങ്ങളും ഒക്കെ മുഴക്കി രാജാവിനെ ഉണർത്തി. പക്ഷേ കൈകേയി അവരെല്ലാം തടഞ്ഞു. അപ്പോൾ രാവിലെ എപ്പോഴും രാജാക്കന്മാരെ ഉണർത്താൻ വാദ്യഘോഷങ്ങളും ഒക്കെ ഉണ്ടാവും, വാദ്യങ്ങളും ഒക്കെ. അപ്പോൾ ഇപ്പോൾ പ്രത്യേകിച്ചും അഭിഷേക സമയമായതുകൊണ്ട് കുറച്ചും കൂടെ അതിന് കൊഴുപ്പ് കൂട്ടിയിട്ടുള്ള സംഗീതവാദ്യ ഉപകരണങ്ങളും ഘോഷങ്ങളൊക്കെ വന്ന് രാജാവിനെ പള്ളിക്കുറിപ്പ് ഉണർത്തുക എന്നാണ് പറയുക. ഉറക്കം ഉണർത്തുന്നതിന്, രാജാവൊക്കെ ഉണരുന്നതിന് പള്ളിക്കുറിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ രാജാക്കന്മാരുടെ ആ ഒരു പിന്നെ എന്താ പറയുക, അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. കോപാക്രാന്തയായ കൈകേയി അവരെയെല്ലാം തടഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ എല്ലാവരും വന്ന് വാദ്യഘോഷങ്ങൾ പറഞ്ഞ് ഇതൊന്നും ഇനി വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇത് കണ്ട് എല്ലാവരും പരിഭ്രമിച്ചു. അപ്പോൾ കൈകേയിക്ക് ഇതൊന്നും താല്പര്യമില്ല. കാരണം രാമൻ്റെ പിന്നെ അഭിഷേകം തടയാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതൊന്നും കാണാൻ ഇഷ്ടമാവില്ലല്ലോ. അപ്പോൾ അതെല്ലാം തടഞ്ഞു കൈകേയി. അപ്പോൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ ഒരാൾ പിന്നെ എങ്ങനെയൊക്കെയാണ് പിന്നെ ഒരാൾ വിചാരിച്ചാൽ ഇതൊക്കെ എങ്ങനെയൊക്കെ മാറും എന്നും നമുക്ക് കാണിച്ചു തരുന്നു. പിന്നെ നമ്മളൊക്കെ ആണെങ്കിൽ പിന്നെ എന്താ പറയുക, എങ്ങനെയെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നടത്തണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ആരെങ്കിലും അതിനൊരു തടസ്സം വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പ്രയാസമൊക്കെയാണ് ഇവിടെയും കാണിക്കുന്നത്. അപ്പോൾ അഭിഷേക കോലാഹലാർത്ഥമായി തൽപുരമൊക്കെ നിറഞ്ഞു ജനങ്ങളാൽ. ഭൂമി ദേവന്മാരും ഭൂമി ബാലന്മാരും ഭൂമി സ്പർശോഷലാദി ജനങ്ങളും താപസവർഗവും കന്യക വൃന്ദവും ശോഭ തേടുന്ന വെൺകൊറ്റക്കുട തഴ ചാമരം താലവൃന്ദം കൊടിതോരണം ചാമീകരാഭരണാദ്യലങ്കാരവും വാരണവാജിരഥങ്ങൾ പദാദിയും നാരീജനം പൗരജനങ്ങളും
ഹേമരത്നോജ്വല ദിവ്യസിംഹാസനം, ഹേമകുംഭങ്ങളും ശാർദൂലചർമ്മവും മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൻ. അപ്പോൾ അഭിഷേകത്തിൻ്റെ കോലാഹലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പോൾ ആ തൽപുരം എന്ന് പറയുമ്പോൾ ആ നഗരമൊക്കെ നിറഞ്ഞു ജനങ്ങളെ കൊണ്ട്. ഭൂമിദേവന്മാർ, ഭൂമിപാലന്മാർ, രാജാക്കന്മാർ എല്ലാവരും വന്നിരിക്കുകയാണ്. പിന്നെ ഭൂമിസ്പൃശ എന്ന് പറയുമ്പോൾ ഭൂമിസ്പൃക്കുകൾ, അതായത് വൈശ്യന്മാരെന്ന് പറയും. ഭൂമിസ്പൃശ വൃഷലാദി ജനങ്ങളെന്ന് പറയുമ്പോൾ ശൂദ്രന്മാർ, അതാണ്. താപസവർഗം, മുനിവർഗം, കന്യക വൃന്ദം, സ്ത്രീകൾ ഒക്കെ. ശോഭ തേടുന്ന വെൺകൊറ്റക്കുട, തഴ എല്ലാം വെൺകൊറ്റക്കുട ഈ ഒരു അലങ്കാരത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചാമരം, താലവൃന്ദം, പിന്നെ വിശറി പോലത്തെ ഒരു ഇത്. പിന്നെ നമ്മൾ ഈ രാജാക്കന്മാരെയൊക്കെ വീശുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. ചാമരം, താലവൃന്ദം, കൊടിതോരണങ്ങൾ, ചാമീകര ആഭരണം, അതായത് ചാമീകരം സ്വർണം എന്നാണ് അർത്ഥം, ആഭരണം സ്വർണ്ണാഭരണ ആദ്യ അലങ്കാരവും. വാരണ വാജി രഥങ്ങൾ, വാരണം ആന, വാജി കുതിര, രഥം. പിന്നെ പദം കാലാൾപ്പട. അപ്പം 4 തരം ചതുരംഗപ്പട എന്ന് പറയും. ആനതേർ, കാലാൾ, കുതിരപ്പട. അതാണ് വാരണ വാജി രഥ പദാദിയും. വാരനാരീജനം, പൗരജനങ്ങളും. പിന്നെ ഇതെല്ലാം ഇങ്ങനെ എല്ലാ ഒരുക്കങ്ങളും ആയി, എല്ലാവരും വന്നു. പിന്നെ എന്താ പറയുക, വാരനാരീജനം വേശ്യകൾ എന്നാണ് പറയുന്നത്. പൗരജനങ്ങൾ ഹേമ രത്നോജ്വല ദിവ്യസിംഹാസനം. ഹേമ എന്ന് പറയുമ്പോൾ സ്വർണം, രത്നോജ്വല ദിവ്യസിംഹാസനം, നല്ല രത്നങ്ങൾ പതിച്ച സ്വർണത്തിൻ്റെ സിംഹാസനത്തിലാണ് പിന്നെ ഇരുന്ന് അഭിഷേകമൊക്കെ നടത്തുക. അതെല്ലാം റെഡിയായി. ഹേമകുംഭങ്ങളും സ്വർണ്ണകുംഭങ്ങൾ, ശാർദൂല ചർമ്മം, പുലിത്തോല്, മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ കുറ്റമൊഴിഞ്ഞാശു സംഭരിച്ചിടിനാൻ. ഇതെല്ലാം സംഭരിച്ചു. വസിഷ്ഠൻ പറഞ്ഞു ഇതെല്ലാം വേണമെന്ന്. അപ്പോൾ വസിഷ്ഠനാണ് കുലഗുരുവിൻ്റെ നേതൃത്വത്തിലാണ് ഈ അഭിഷേക കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അപ്പോൾ ആ കുലഗുരു ആയിരിക്കുമല്ലോ എന്തൊക്കെ വേണം, എങ്ങനെയൊക്കെ വേണം. അപ്പോൾ അതെല്ലാം പറഞ്ഞതനുസരിച്ച് മറ്റും വസിഷ്ഠൻ നിയോഗിച്ചതൊക്കവേ. അപ്പോൾ അഭിഷേകം കാണുന്നതിനായി നഗരം മുഴുവൻ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു. ബ്രാഹ്മണർ, രാജാക്കന്മാർ, വൈശ്യർ, ശൂദ്രർ, താപസന്മാർ, കന്യകകൾ, വേശ്യകൾ, പൗരന്മാർ, എല്ലാ തരത്തിലുള്ള ആളുകളും എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. സമൂഹത്തിൽ എല്ലാവരും അഭിഷേക ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് നിറഞ്ഞു. വെൺകൊറ്റക്കൂട, തഴ, ചാമരം, താലവൃന്ദം, കൊടി തോരണം, സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ അലങ്കാര വസ്തുക്കൾ, ആന, കുതിര, തേര്, കാലാൾപ്പട, അതൊക്കെ രത്നം പതിച്ച സിംഹാസനം, സ്വർണ്ണക്കുട, പൊലിത്തോൽ എന്നിവയെല്ലാം വസിഷ്ഠൻ പറഞ്ഞ പ്രകാരം സംഭരിച്ചു. അങ്ങനെ ഇനി ബാക്കിയുള്ള അടുത്ത ക്ലാസ്സിൽ പറയാം. ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ, ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ